കഴിഞ്ഞ ദിവസം നമ്മുടെ ഹിറ്റായിപ്പോയ ഒരു വീടുണ്ടായിരുന്നല്ലോ, 1120 സ്ക്വയർ ഫീറ്റിന്റെ 3 ബെഡ്റൂം വീട്. ഞാൻ പറഞ്ഞിരുന്നു വേണമെങ്കിൽ നമുക്കതൊരു 4 റൂമായിട്ട് കൺവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. 2 സെന്റിൽ വരെ നിർമ്മിക്കാവുന്ന ഒരു വീടാണ്. അപ്പം അതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. കണ്ടംപററി സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വീടാണ് കേട്ടോ ഇത്. അതായത് ഗ്രൗണ്ട് ഫ്ലോറിൽ സിറ്റൗട്ട്, ലിവിങ്, ഡൈനിങ്, കിച്ചൺ, താഴെ ഒരു ബെഡ്റൂം, ഒരു കോമൺ ടോയ്ലറ്റ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂം, ഒരു അപ്പർ ലിവിങ്, ബാൽക്കണി, ഓപ്പൺ. ഇതാണ് ഈ വീടിൻ്റെ സിറ്റൗട്ട് കേട്ടോ. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള സിറ്റൗട്ടാണ്. ഏകദേശം 2.8 മീറ്റർ നീളവും 1.4 വീതിയും ഉള്ള ഒരു വിശാലമായിട്ടുള്ള സിറ്റൗട്ടാണ്. അത്യാവശ്യം ഒരു സിറ്റിംഗ് സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നമ്മൾ കോളംസ്, പില്ലറുകളെല്ലാം നമ്മൾ ക്ലാഡിങ് ടൈലൊക്കെ കൊടുത്ത് മനോഹരമായി ആക്കിയിരിക്കുന്ന ഒരു സിറ്റൗട്ടാണിത്. അവിടുന്ന് നമ്മൾ നേരെ കയറുന്നത് നമ്മളുടെ ഗസ്റ്റ് ലിവിങ്ങിലേക്കാണ് കേട്ടോ. ഗസ്റ്റ് ലിവിങ്ങും അത്യാവശ്യം നല്ല ഗസ്റ്റ് ലിവിങ്ങാണ്. ഏകദേശം ഒരു 7 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സെറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ലിവിങ് റൂമാണ് കേട്ടോ. അവിടെ തന്നെയാണ് നമ്മളൊരു TV യൂണിറ്റും മറ്റ് കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ലിവിങ് തന്നെയാണിത്. ഓക്കെ, അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്ന ഇതാണ് ശരിക്കും ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസ്. ഇവിടെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ ഇടാൻ ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. അത്യാവശ്യം ഒരു 4-5 സീറ്ററൊക്കെ നമുക്ക് ഡൈനിങ് ചെയ്യാൻ പറ്റും. അതിനോട് ചേർന്ന് ഇത്തിരി മാറിയാണ് നമ്മൾ കോമൺ വാഷ് ബേസിൻ, കൗണ്ടറും മറ്റ് കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അവിടുന്ന് കുറച്ച് അകത്തോട്ട് മാറിയാണ് നമ്മൾ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരിക്കലും നമുക്ക് ഡൈനിങ്ങിൽ നിന്നോ ഒരു ലിവിങ്ങിൽ നിന്നോ ഒരിക്കലും നമുക്ക് ഈ ഒരു കോമൺ ടോയ്ലറ്റ് നമുക്ക് കാണാൻ കഴിയില്ല. ഇനിയാണ് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. ശരിക്കും ഇതായിരുന്നു നമ്മളുടെ കിച്ചൺ എന്ന് പറയുന്നത്. പിന്നീട് നമ്മൾ ഡൈനിങ് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് പുതിയൊരു കിച്ചൺ വേറെ ഒരു വർക്ക് ഏരിയ പോലെ പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കിച്ചണായിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ പോലും നമുക്ക് ഡൈനിങ് ഇടാനുള്ള സ്പേസ് നമുക്ക് ഓൾറെഡി ഈ ഒരു സ്പേസിൽ ഉണ്ട് കേട്ടോ. പക്ഷേ അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മളത് മാറ്റിയെന്നുള്ളൂ. കണ്ടില്ലേ, ഒരു ഡൈനിങ്ങുള്ള സ്പേസ് അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് താഴെ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ്, അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടി. ഈ ഒരു ബെഡ്റൂം സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 3.1ഉം 2.8ഉം ഉണ്ട്. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 10.25 അടി നീളവും ഏകദേശം 9.5 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂം. അറ്റാച്ച്ഡ് ടോയ്ലറ്റോട് കൂടിയാണ് ഈ ബെഡ്റൂം നമ്മൾ ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മൾ സ്റ്റെയർ കയറി പോവുകയാണ്. സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിലാണെങ്കിൽ നമ്മൾ GIയിൽ ചെയ്തിരിക്കുന്ന ഹാൻഡ് റെയിലാണ്. വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ കേസാണ് നമ്മൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ നേരെ കയറി ചെല്ലുന്നത് ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ ഒരു സ്റ്റഡി ടേബിളും മറ്റ് കാര്യങ്ങളുമൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു. 1 ഇഞ്ച് സ്ഥലം പോലും വെറുതെ പോകാതെയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. മുകളിൽ 2 ബെഡ്റൂമാണോ ഉള്ളത്. അതിൽ 1ാമത്തെ ബെഡ്റൂം ഇതാണ്. ഇതും ഏകദേശം നമുക്ക് ഒരു 10.25 അടി 9 അടി വീതിയുമുള്ള ഒരു ബെഡ്റൂമാണ്. അത്യാവശ്യം വാൾഡ്രോബും കാര്യങ്ങളും ഒരു ഡബിൾ കോട്ട് കട്ടിലും ഇടാനുള്ള ഒരു സ്പേസ് നമുക്ക് ഈ ഒരു റൂമിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ അത്യാവശ്യം സൗകര്യമുള്ള രീതിയിൽ തന്നെയാണ് എല്ലാ ബെഡ്റൂമും നമുക്ക് വന്നിരിക്കുന്നത്. 1120 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല സൗകര്യമുള്ള രീതിയിൽ തന്നെയാണ് ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 സെൻറ്റിൽ വരെ നമ്മൾ നിർമ്മിച്ച ഒരു ഡിസൈൻ. അതുപോലെ തന്നെ നമ്മൾ 5 സെൻറ്റിലേക്ക് വേറെ ഒരു പ്ലോട്ടിലേക്ക് അപ്ലൈ ചെയ്യായിരുന്നു. ഇത് കണ്ടിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ആണ് ഈ ഫസ്റ്റ് ഫ്ലോറിൽ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബെഡ്റൂമായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 4 ബെഡ്റൂമുള്ള ഒരു വീടായിട്ട് നമുക്ക് 1120 സ്ക്വയർ ഫീറ്റിൽ ഇത് ചെയ്യാൻ കഴിയും. ഞങ്ങൾ ഇത് ഒരു ലിവിങ് ആയിട്ട് തന്നെയാണ് ഈ ഒരു സ്പേസ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ആണ്. വലിയൊരു ലിവിങ് ആയിട്ട് തന്നെ നമുക്ക് ഇത് സൗകര്യത്തോടു കൂടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ പോകുന്നത് നമുക്ക് വെളിയിലേക്ക് ഒരു ബാൽക്കണി ഉണ്ട്. ആ ബാൽക്കണി എന്ന് പറയുന്നത് കണ്ടില്ലേ, അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയും വ്യൂ കിട്ടുന്ന ഒരു സ്ഥലവുമാണ് കേട്ടോ ഇത്. അത് നമ്മൾ GIയുടെ ഹാൻഡ് റെയിലൊക്കെ കൊടുത്ത് പില്ലർ ക്ലാഡിങ് എല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കിയിരിക്കുന്ന ഒരു ബാൽക്കണി സ്പേസാണ് ഇത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ 1 ഇഞ്ച് സ്ഥലം പോലും വെറുതെ പോകാതെ ചെയ്തിരിക്കുന്ന ഒരു